നടി രശ്മിക മന്ദാനയെ ചുറ്റിപ്പറ്റി പുതിയ വിവാദങ്ങൾ പുകയുന്നു. താരത്തിന്റെ അമ്മ സുമൻ മന്ദാനയുടേതെന്ന പേരിൽ പുറത്തുവന്ന ഒരു ശബ്ദരേഖയും അതിന് മറുപടിയായി രശ്മിക നടത്തിയ വൈകാരികമായ ഔദ്യോഗിക പ്രതികരണവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ആരാധകർക്ക് കാത്തിരുന്ന താരവിവാഹമായിരുന്നു വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹം. സ്വകാര്യ ചടങ്ങായാണ് വിവാഹം നടന്നത്. വിവാഹ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ രശ്മികയുടെ മുൻ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴിത് അതുമായി ബന്ധപ്പെട്ടൊരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. രശ്മിക മന്ദാനയുടെ അമ്മ സുമൻ മന്ദാനയുടേതെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ ആണ് പുറത്തു വന്നത്. നടൻ രക്ഷി ഷെട്ടിയുമായി ഉറപ്പിച്ചിരുന്ന വിവാഹം മുടങ്ങാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഓഡിയോയിൽ വിശദീകരിക്കുന്നത്. രശ്മിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് രക്ഷി ഷെട്ടിയുമായുള്ള വിവാഹം ഉറപ്പിച്ചതെന്ന് അമ്മയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ശബ്ദശലകത്തിൽ പറയുന്നു. അന്ന് രക്ഷിതിന് 35 വയസ്സുണ്ടായിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും തങ്ങൾ പ്രശ്നമാക്കിയില്ലെന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും രക്ഷിത് വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും രശ്മിക അനാവശ്യമായി നിയന്ത്രിക്കുകയും ചെയ്തു. വലിയ താരങ്ങൾക്കൊപ്പം രശ്മിക അഭിനയിക്കുന്നത് രക്ഷിതിന് ഇഷ്ടമായിരുന്നില്ല. ഗീതാഗോവിന്ദം ഓഫർ വന്നപ്പോൾ സിനിമ വിടാൻ രക്ഷി ഷെട്ടി നിർബന്ധിച്ചു. ട്വിറ്ററിലൂടെ സിനിമ വിടുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ രക്ഷിതും അടുപ്പക്കാരും സമ്മർദ്ദം വരെ ചെലുത്തി. ചിത്രത്തിലെ ചുമന രംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെ പ്രശ്നം രൂക്ഷമായി. രക്ഷിതിന്റെ സ്വഭാവം ആകെ മാറി. രശ്മികയുടെ അഭിനയം അവസാനിപ്പിച്ച ശേഷം വിവാഹം ചെയ്ത് വീട്ടിലിരുത്താനായിരുന്നു അവരുടെ പദ്ധതി. ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് രക്ഷി ഷെട്ടിയുടെ മാനേജർ വിളിച്ചു. ഹൈദരാബാദിൽ നിന്ന് പുലർച്ചെ വണ്ടി ഓടിച്ച് നടനെ കാണാൻ ചെല്ലാൻ ആവശ്യപ്പെട്ടു. മകളുടെ സുരക്ഷയെ ചൊല്ലി ഞാൻ അതിന് അനുവദിച്ചില്ല. സുമൻ മന്ദാനയുടേതെന്ന പേരിൽ ഉള്ള ഓഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. 2016 ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കന്നഡ ചിത്രമായ കിറിക് പാർട്ടിയിലൂടെയാണ് രശ്മിക അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ചിത്രത്തിലെ നായകനായ രക്ഷി ഷെട്ടിയുമായി പ്രണയത്തിലായതിനു പിന്നാലെ 2017 ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. തുടർന്ന് 1 വർഷം പൂർത്തിയായപ്പോഴേക്കും ഇരുവരും ബന്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. സുമൻ മന്ദാനയുടെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രശ്മിക. 8 വർഷമായി എനിക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ ഈ വേട്ടയാടലുകൾക്കെതിരെ ഇനി നിശബ്ദമായിരിക്കാൻ കഴിയില്ല എന്ന് തുടങ്ങുന്ന പ്രസ്താവനയിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ അക്രമങ്ങൾക്കെതിരെ താരം ശക്തമായ താക്കീതാണ് നൽകുന്നത്. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിധി എഴുതാൻ ആർക്കും അവകാശമില്ലെന്നും തന്റെ തീരുമാനങ്ങൾ തന്റേത് മാത്രമാണെന്നും പ്രഖ്യാപിച്ച രശ്മിക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കർശന മുന്നറിയിപ്പ് നൽകി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിമലം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.